ഹാജരാകുന്നതിന് തടസ്സമെന്ത്? മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് തിരിച്ചടി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് തിരിച്ചടി. ഇഡിയുടെ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇടക്കാല ഉത്തരവ് ഇറക്കാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ എന്താണ് തടസ്സമെന്നും ഐസക്കിനോട് കോടതി ചോദിച്ചു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ തോമസ് ഐസക്ക് ഹാജരാകേണ്ടിയിരുന്നത് ഇന്നായിരുന്നു. എന്നാൽ തോമസ് ഐസക് ഹാജരായിരുന്നില്ല. സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഐസക്കിന്റെ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. കോടതി സമൻസ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായില്ല. എന്തുകൊണ്ട് ഇഡിയുടെ മുമ്പിൽ ഹാജരാകുന്നില്ല എന്ന ചോദ്യമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇഡിക്ക് മുമ്പിൽ ഹാജരാകുന്നതിൽ എന്താണ് തടസ്സം? അതിൽ നിയമപരമായി എന്ത് തെറ്റാണുള്ളത്? ഇഡിയുടെ മുമ്പിൽ ഹാജരാകാൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ആ ഉത്തരവ് നൽകാമെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ നിലപാട്. ഇഡിക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള നിയമപരമായ അവകാശം ഇല്ല എന്നായിരുന്നു തോമസ് ഐസക്കിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ച പ്രധാന വാദം. കേസിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചു. കിഫ്ബിയുടെ ഹർജിക്കൊപ്പം തോമസ് ഐസക്കിൻ്റെ ഹർജിയും കോടതി പരിഗണിക്കും. എന്നാൽ ഇഡി നൽകിയ സമൻസിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല. അതേസമയം താൻ കിഫ്ബി വൈസ് ചെയർമാൻ മാത്രമാണെന്ന് തോമസ് ഐസക് കോടതിയിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വേറെ ആരെയും ഇഡി സമൻസ് നൽകി വിളിച്ചു വരുത്തുന്നതായി തോന്നുന്നില്ല. എന്തിനാണ് ഈ പുതിയ സമൻസ് എന്നത് വ്യക്തമല്ലെന്നും തോമസ് ഐസക് പറഞ്ഞിരുന്നു. മസാല ബോണ്ട് കേസിൽ ഇഡി നടപടിക്കെതിരെ മന്ത്രി തോമസ് ഐസക്കും കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാമുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ സമൻസ് അയച്ച് ഇഡി വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് സമൻസ് എന്നുമാണ് ഇരുവരുടെയും വാദം.